പൂർണ്ണമായും ഈ ദുരന്തബാധിത മേഖലയിലെ മുഴുവൻ ബാങ്ക് ലോണുകളും കടം എഴുതി തള്ളണം. അത് സിബിൽ സ്കോറിന് ബാധകമാകാത്ത രീതിയിലുള്ള കടങ്ങളാണ് എഴുതി തള്ളേണ്ടത്. കാരണം അല്ലാത്ത രീതിയിൽ എഴുതി തള്ളുമ്പം ഭാവിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ലോണുകളും മറ്റ് ആവശ്യങ്ങളും അത് ഒരിക്കലും തന്നെ കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ചീഫ് മാനേജർ ലീസൺ LK ഉണ്ടാകത്ത് പോലീസ് നമ്മളോട് കയറണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് നിൽക്കുന്നത്. എന്താണ് ചീഫ് മാനേജർ നമ്മളോട് പറയുന്നത്? ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധി ഇത് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ ക്രൂരതയാണ്, മനുഷ്യത്വവിരുദ്ധമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. രണ്ടാമത് ആരുടെയൊക്കെ പണമാണോ അവർ അന്ന് പിടിച്ചെടുത്തത് ആ പണം അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം, അവർക്ക് തിരിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പുമുണ്ടാവണം. ഈ സർക്കാർ ഉറപ്പ് തന്നോ? ഇതിപ്പം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മൃതി, നമ്മൾ ബാങ്കിൻ്റെ അകത്താണുള്ളത്. നമ്മൾ മാത്രമേ, റിപ്പോർട്ടർ വാർത്താ സംഘം മാത്രമേ ഈ ബാങ്കിൻ്റെ അകത്തുള്ളൂ. യൂത്ത് ലീഗിൻ്റെ ആളുകളുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്, ഇവിടേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം DYFയുടെ ആളുകളുണ്ട്. 2 വീതം പ്രതിനിധികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ചീഫ് മാനേജർ ലീസൺ LK അകത്തുണ്ട്. അദ്ദേഹം ഇതൊക്കെ തന്നെ പരിശോധിച്ചിട്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ചേർന്നു. എന്താണ് മാനേജർ പറയുന്നത്? നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ച് നമ്മൾ അനുഭവം സ്വീകരിക്കുകയാണ്. കാരണം നമുക്ക് ഇതിൽ തീരുമാനമാണ് വേണ്ടത്. സ്വാഭാവികം ക്യാമ്പിനകത്തുള്ള വലിയൊരു മാനസിക ബുദ്ധിമുട്ട്, അവരെ നാട്, വീട്, കുടുംബം എല്ലാം നഷ്ടപ്പെട്ടതുവരെ വേദനകൾ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അല്ലെങ്കിൽ സ്വാഭാവികം ഇത് പണം അപഹരിക്കപ്പെടുന്ന ഒരു ഗുണ്ടാ പിരിവ് നടത്തിയത് ഇന്നലെയാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് ഏകദേശം 24 മണിക്കൂറിനടുത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനകത്ത് കൃത്യമായി ഇത് നാഷണലൈസ്ഡ് ബാങ്കാണ്. ഒരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ സാധാരണ ഒരു ലോക്കൽ ബാങ്ക് അല്ല, നാഷണലൈസ്ഡ് ബാങ്ക് ആകുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിന് അത് നിയന്ത്രിക്കാനും അത് പിൻവലിപ്പിക്കാനുമുള്ള അധികാരവും അതുപോലെ തന്നെ പരമാധികാരവുമുണ്ട്. ഇത്ര സമയമായിട്ടും അതിലൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തില്ല എന്നുള്ളത് ഒരു നീതി നിഷേധമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട നേതൃത്വമായി അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളുമായി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്നുള്ളത് ഇത് കൃത്യമായി പണം തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാക്കി ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ദുരിതബാധിതരുടെ എല്ലാ കടങ്ങളും മാറ്റണം എന്നൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. കാരണം മുഴുവൻ വാഷ് ഔട്ട് ചെയ്യണം. അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് അനുകൂലമായി ദുരിതബാധിതർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് അനുകൂലമായി ഒരു തീരുമാനം വന്നിട്ടില്ലെങ്കിൽ ക്യാമ്പുകൾ, ഇതുപോലെയുള്ള ബാങ്കുകൾ അകത്തേക്ക് ഞങ്ങൾ മാറ്റും. ഇവിടെ ഞങ്ങൾ വെച്ച് വിളമ്പും, ഇവിടെ ഞങ്ങൾ അന്തിയുറങ്ങും. ആ രീതിയിലേക്കൊരു സമരത്തിൻ്റെ രൂപമാറ്റാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനം ഉണ്ടാകുന്ന സമരം തുടരും. തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയി ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇത് സംഭവിച്ച അന്ന് ആ സെക്കൻഡ് മുതൽ